ഇപ്പം ഇതിൽ കാണുന്ന ഈ സംഭവങ്ങളൊക്കെ വെച്ച് ഇപ്പം സാമ്പാർ പരിപ്പ്, തക്കാളി, 3 മുട്ട, സവാള, മുളക്, തേങ്ങ തിരുമിയത്, ഇത്ര സാധനം വെച്ചിട്ട് സംഭവം ഒരു ഡിഷ് ഉണ്ടാക്കാം. ആ ഡിഷിൻ്റെ പേരാണ് മുട്ടപ്പരിപ്പ് കറി. ഇത് വെച്ച് ഇതിന് ചെറുതായിട്ട് അരിയണം. ഓംലെറ്റിന് അരിയുന്നതിന് നമ്മളിടുന്ന സവാള ചെറുതായിട്ട് അരിഞ്ഞ്, തക്കാളി, മുളകും കൂടെ അരിഞ്ഞ് അതിനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഈ ഒരു സവാള നീളത്തിൽ അരിയും. ഇത് ഓംലെറ്റിന് അരിയുന്ന രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞ് തക്കാളി കൊണ്ട് ചെറുതരിഞ്ഞ് അടുത്ത പരിപാടി. ഇത് പയർ ഇപ്പം സാമ്പാർ പരിപ്പ് ഇത് ഞാൻ വെള്ളത്തിയിട്ട് വെച്ചതാണ് കുതിരാൻ വേണ്ടി. ഇപ്പം കുതിർന്നെല്ലാം റെഡി ആയിട്ടുണ്ട്. 4-5 മണിക്കൂർ മുമ്പ് ഇട്ട് വെച്ചതാണ്. അപ്പം ഇതിനകത്ത് ഇത് തിളപ്പിച്ച് ഇത് വേകുമ്പോൾ ഇതിൻ്റെ കൂടെ ഇപ്പം ഞാൻ അരിഞ്ഞു വെച്ചതെല്ലാം കൂടി ഇടും. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഇനി ഇത് നീളത്തിൽ അരിഞ്ഞിടും. ഇത് സവാള നീളത്തിൽ അരിഞ്ഞത്. ഈ മുളകും ചെറുതായിട്ട് ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇത് എല്ലാം കൂടി ഇതിനകത്തിട്ട് വേവിക്കണം. കാണാൻ നല്ല രസമുണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ. ഇതുകൊണ്ട് മിക്സ് ഇളക്ക്. ഇതിനകത്തോടെ ഇനി മസാലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ ഇട്ടിട്ട് ചെറിയ സ്പൂണിൽ കുറച്ച് മഞ്ഞൾപ്പൊടി അതും കൂടെ ഇട്ടിട്ട് ഇളക്കണം. ഇനി മസാല ഇടണം. മുളക് പൊടി 1 സ്പൂണുണ്ട്. അപ്പോൾ ഇതേപോലെ 1 സ്പൂൺ കൂടെ ഇടണം. 1 സ്പൂണോ അല്ലെങ്കിൽ 1/2 സ്പൂണോ. കൂടുതൽ എരിയ കഴിക്കാൻ പാടില്ലാത്തവർക്ക് കൂടുതലായാലും പ്രശ്നമാണ്. ഒരു 1/2 സ്പൂൺ ആയാലും മതി. ഞാൻ 1 സ്പൂണും കൂടെ ഇടുകയാണ്. ഇതിനകത്ത് കുറച്ച് മസാലയും കൂടെ ചേർക്കും. ഇത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല 1 സ്പൂൺ ഇട്ടു. ഇനിയുള്ളത് സാമ്പാർ മസാല. ഇത് സാമ്പാർ മസാലയാണ്. അപ്പം ഇതും കൂടെ ഇട്ട് കഴിയുമ്പോൾ കറക്റ്റ് അല്ല. ഇനി ഉപ്പും കൂടെ ഇട്ടാൽ മതി. പിന്നെ സോൾട്ട്, ഉപ്പൊക്കെ കറക്റ്റായിട്ട് ഇടണം. കൂടിപ്പോകരുത്. അതുകൊണ്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഇത് വേവിക്കുകയാണ്. നേരത്തെ ഞാൻ സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഓഫ് ആക്കി. ഇനി നമ്മൾ വേവിക്കുകയാണ്. ഇത് അടച്ചു വയ്ക്കണം. അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഇത് വെന്ത് കഴിയുമ്പം അടുത്ത് ഇടാൻ പോകുന്നത് തേങ്ങ തിരുമിയതാണ്. തേങ്ങാപ്പൊടി തിളച്ച് വേവായിക്കൊണ്ടിരിക്കുകയാണ്. പൊങ്ങി വരുന്നതാണ്. മസാലയൊക്കെ പൊങ്ങി വരുന്നത്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലത്. ഇപ്പം ഇത് പരിപ്പ്, സാമ്പാർ പരിപ്പ്, ഇതൊക്കെ പരിപ്പ് വെന്തോ നോക്കണം. വെന്തു. ഞാൻ തേങ്ങ അങ്ങോട്ട് ഇടുകയാണ്, തേങ്ങാപ്പൊടി. ഇനി ഇത് വേവണം. ഇളക്കി ഇത് വെന്തതിന് ശേഷം മുട്ട പൊട്ടിച്ചങ്ങോട്ട് ഇടണം. മുട്ട ഒന്ന് പൊട്ടിച്ച് നല്ലപോലെ കലക്കിയിട്ട് ഒഴിക്കും. അപ്പം ഇതിങ്ങനെ വെന്ത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. തേങ്ങ
ഓക്കെ, അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ മുട്ട കലക്കി അടിച്ച് വെച്ചിരിക്കുന്ന അങ്ങ് ഒഴിക്കണം. തേങ്ങ വേവിച്ച സമയത്ത് അപ്പോൾ കുറച്ചങ്ങ് വറ്റും വെള്ളം. അത് കഴിയുമ്പോൾ ഇത് കൂടെ ഈ മുട്ട പൊട്ടിച്ച് അടിച്ച് വെച്ചിരിക്കുന്ന കൊണ്ട് ഒഴിക്കണം. എന്നിട്ട് ഇതൊന്ന് ഇളക്കണം. നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇനി ഒരു 5 മിനിറ്റ് 5 to 10 മിനിറ്റ്സ് വെന്ത് കഴിയുമ്പോൾ മുട്ടപ്പരിപ്പ് കറി റെഡി. ഉപ്പൊക്കെ പാകത്തിനുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് ശരിയാക്കി എടുക്കുക. തേങ്ങ തിരുമ്മിയത് പകുതി ഇട്ടിട്ടുള്ളൂ, പകുതി തേങ്ങ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കാര്യം ഞാൻ ഇളകി കൊടുക്കണം. നിങ്ങൾ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകും. അപ്പോൾ വെള്ളം കൂടുതലുണ്ടെങ്കിൽ മാത്രമേ വറ്റിക്കാൻ വേണ്ടി സമയം എടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളകി കൊടുത്തില്ലെങ്കിൽ അടിയിൽ പിടിക്കും. അതുകൊണ്ട് അത് ഇപ്പോൾ എല്ലാ സംഭവം റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ വേണമെങ്കിൽ വറ്റിക്കുക, കുറച്ചും കൂടെ. ഒരു 5 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. നിങ്ങൾക്ക് വെള്ളം കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് വേണം ഇത് വറ്റിച്ചെടുക്കുക. കറി റെഡി ആയിട്ടുണ്ട്, മുട്ടപ്പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇങ്ങനത്തെ ഈ സംഭവം. അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്യാം. എൻ്റെ യൂട്യൂബ് ചാനൽ ID റജി IPS ഒന്നുണ്ട്. അനദർ യൂട്യൂബ് ചാനൽ ID റജി മാത്യു പൊന്തറേൽ. വൺ മോർ ചാനൽ ഇസ് ദിയർ, rajimmathew.pondrail. My mobile number is 00917034171299. Another number is 00916282057077. ഇതാരാണ് ചെയ്തതെന്നുള്ള ഫോട്ടോ കണ്ടേ കാണിക്കുക. All rights and royalty reserved for this dish owned by Raji Matthew 551972 Pondrail. മുട്ടപ്പരിപ്പ് കറി വെച്ചത് ഞാൻ തന്നെയാണ്. അപ്പം ഞാനൊരു പാട്ടുകാരനും കമ്പോസറും ലിറിക്സ് റൈറ്ററും BGM മേക്കറും എല്ലാം കൂടെ വെച്ചാണ് ചെയ്യുന്ന ഒരാളാണ്, വ്യക്തിയാണ്. ഈ ഡിഷ് ഞാൻ കുറേ ഡിഷുകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഡിഷ് പ്ലേലിസ്റ്റ് യൂട്യൂബ് ചാനലിൽ. ഈ മുട്ടപ്പരിപ്പ് കറി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ചപ്പാത്തിക്ക് ഉപയോഗിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ചോറിനോടും കഴിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓൾ റൈറ്റ്സ് റിസർവ്ഡ് ഫോർ ദിസ് മുട്ടപ്പരിപ്പ് ഡിഷ് കറി മെയ്ഡ് ആൻഡ് ഓൺ ബൈ റജി മാത്യു 551972 പൊന്തറേൽ. ഞാൻ തന്നെയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.